ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വ്ളോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങളൊരു ദിവസം രാത്രിയിൽ പോയിട്ടുണ്ടായിരുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്പിനാച്ചിൻ്റെ ഒരു റെസിപ്പി വീഡിയോ കൂടെ ഷെയർ ആക്കുന്നുണ്ട്. സ്പിനാച്ചിൻ്റെ ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്, ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. സ്പിനാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക് ചീരയില്ലേ, അത് തന്നെയാണ് ഐറ്റം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒരുപാടിട്ട് നമുക്ക് ഇത് വേവിക്കണമെന്നില്ല. ഒരുപാടിട്ട് വേവിച്ചെന്നാൽ അതിൻ്റെ സത്തും അതിൻ്റെ ഗുണങ്ങളെല്ലാം പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ച് മാത്രം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. വെള്ളം ഒന്ന് തിളച്ച് വന്നിരുന്നാൽ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാലക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഇലവർഗ്ഗം കൂടിയാണ്. നമ്മുടെ ഫൈബർ കൂട്ടാനും ക്യാൻസറിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൂട്ടാനും പിന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതിൻ്റെ വിഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇലവർഗ്ഗം കൂടെയാണ്. നമുക്ക് മറ്റേ ഈ റെഡ് കളർ ചീരയും അങ്ങനത്തെയൊക്കെ ചീരയില്ലേ, അപ്പം വേറൊരു പച്ച കളറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ കാലും കുറച്ചും കൂടെ ബെനിഫിറ്റ്സ് ഉള്ളതും കൂടെയാണ് കേട്ടോ. ഇതിൽ മറ്റേതിൻ്റെ അത്ര കയ്പും കശർപ്പും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ സ്പിനാച്ച് തന്നെ ഒരു കപ്പ് അളവിൽ ഞാൻ എടുത്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ ഒരു എളുപ്പത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മൾ 2-3 മിനിറ്റ്, അതിൽ കൂടുതൽ ഇത് വേവ് വേണ്ടില്ല കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് പോവരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പിൻ്റെ ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നമ്മൾ പോയൊരു ട്രിപ്പാണ്. ഇപ്പോൾ രാത്രി ഓൾമോസ്റ്റ് നമ്മളൊരു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പോയ വഴിക്ക് എന്തോ നമ്മൾ എപ്പോഴും നോൺ വെജൊക്കെ അല്ലേ കഴിക്കുന്നത്, അപ്പോൾ വെജിറ്റേറിയൻ കഴിക്കണമെന്നതും ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെയായിട്ട് കഴിക്കണമെന്ന് ഭയങ്കര പൂതിയായിരുന്നു. അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോകാനാണ് കേട്ടോ, കൊല്ലം ബീച്ചിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾ പോയ വഴിക്ക് കടപ്പാക്കടയിൽ ശ്രീകൃഷ്ണ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പേര് അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. അവിടെ കയറിയിട്ട് നമ്മളിതുപോലെ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിട്ട് അവിടെ, പക്ഷേ വട മാത്രം കിട്ടില്ല. അത് മാത്രം ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അതർവൈസ് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റാണ്. നമ്മൾ 2 പ്ലേറ്റായിട്ട് ഓർഡർ ആക്കിയേ. കുട്ടികൾക്കൊക്കെ ഓൾമോസ്റ്റ് അവർ നേരത്തെ കഴിച്ചുകൊണ്ട് തന്നെ 2 പേർക്കും പാതിയാക്കി ഹാഫാക്കി ഇട്ട് കൊടുത്തിട്ട് ഷെയർ ചെയ്തെടുക്കാട്ടോ ചെയ്തേ. ഇബിനുവിന് ദോശ, അപ്പം, ഇടിയപ്പം അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലഹാര ഐറ്റംസൊക്കെ ഇങ്ങനെ കറിയിൽ മുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനിങ്ങനെ കറി മാത്രം മുക്കി തിന്നും, പിന്നെ അല്ലെങ്കിൽ ദോശയും കൂടെ ആയിട്ട് മുക്കി തിന്നും. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ആ സമയത്ത് വാരി കൊടുക്കാൻ ചെന്നാലൊന്നും ഏൽക്കൂല, അവനക്ക് എന്നെ സ്വന്തമായിട്ട് തിന്നണം. അപ്പം ഞാൻ വിചാരിച്ച കുട്ടികളല്ലേ, അവർ ഇപ്പോഴേ അങ്ങ് ശീലിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങ് ഒറ്റ പ്ലേറ്റിൽ കൊടുത്താട്ടോ. പക്ഷേ ഇങ്ങനെ അധികം കഴിക്കലില്ല. വീട്ടിലൊക്കെ ആണെങ്കിൽ നല്ല കൊലക്കേടാക്കി ഇടും. അപ്പോൾ ഇവിടെ ആയിരുന്നുകൊണ്ട് ഒരു നീറ്റിലിരുന്ന് കഴിക്കുന്നുണ്ടാവും. ലാസ്റ്റ് ആയപ്പോൾ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ആ ഒരു ഇത് മാറ്റിയത്. അല്ലെങ്കിൽ അവൻ മൊത്തം അവിടെ കൊളാക്കി നാശക്കോലാക്കിയിടും. നമ്മളൊരു 9:30 ടൈമിലാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 10:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. പ്രതീക്ഷിക്കാത്തൊരു വരവായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഒരു 10:45 ആ ഒരു സമയമായി. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലേ വരുമ്പോഴത്തേക്ക് ഈ സമയത്തൊന്നും ആരും കാണുന്നുണ്ടാവില്ല. അന്നെന്ന് വെച്ചാൽ ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും പോയിട്ടുണ്ടാവും. ഇപ്പോഴ് ഒരു 12 മണി 12:30 ആ ഒരു സമയമായാലും ഇവിടെ അത്യാവശ്യം ആളും പേരുമൊക്കെ കാണും കേട്ടോ.
കുഞ്ഞു മക്കൾക്കൊക്കെ ഇവിടെയൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അവർക്ക് കളിക്കാനും ഓടാനും ചാടാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും വരാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ ഓടി വരും. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് പോയിരിക്കണം. അവിടെ പോയിരിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ മക്കൾ മണ്ണിൽ കളി പതിവാണ്. മണ്ണിൽ ഇങ്ങനെ കളിച്ചെന്തെങ്കിലൊക്കെ ഇങ്ങനെ വാരി ഇട്ട് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അധികം ദൂരോട്ടൊന്നും വിടില്ല കേട്ടോ. നമ്മൾ കണ്ണ് തെറ്റി എങ്ങോട്ടും നമ്മൾ വിടില്ല. ഇതിൻ്റെ ഫ്രണ്ട് എത്തിയപ്പോൾ ഒരാൾ എൻ്റെ കൈ വിട്ട് ഓടാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ കൈ പിടിച്ചിട്ട് നിൽക്കാണ്ട് എൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ഓടിയതാണ്. കണ്ട ഇവിടെ ഒരുപാട് കുഞ്ഞു മക്കളൊക്കെ എപ്പോഴും തോന്നുന്നു ബോളൊക്കെ ഇട്ട് കളിച്ചോണ്ടിരിപ്പുണ്ട്. ഈ ചെറിയ തട്ടിലുള്ള കടകളൊക്കെ ഇനി ഒരു 11:30 ആ സമയമൊക്കെ ആകുമ്പം അടയ്ക്കും. അവരൊക്കെ എല്ലാം പാക്ക് ചെയ്തിട്ട് പോകുന്നൊരു ടൈമായിരിക്കും. വന്നപാട് തന്നെ രണ്ടുപേരും മണ്ണിൽ കളി തുടങ്ങി. ഇനി അവരുടേതായ ഓരോരോ കളികൾ അവർ കണ്ടുപിടിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഓരോ ഷൂവിനകത്ത് മണ്ണ് വാരി ഇടുക, മണ്ണിലിട്ട് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കുഴി തോണ്ടുക. പിന്നെ എൻ്റെ അടുത്ത് പറയാം, ഉമ്മി ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചോന്നും പറഞ്ഞിട്ട് കുറേ മണ്ണ് വാരി അവളുടെ ഷൂവിനകത്ത് ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ എടുത്ത് ബാഗിൻ്റെ പുറകിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ ഇന്ന് കളിക്കുന്ന കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും കേട്ടോ. എന്തെന്നില്ലാത്തൊരു ഫീലാണ് ആ സമയത്ത് നെസ്റ്റ് അടിച്ച് നമ്മളിങ്ങനെ അവരുടെ കളിയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ആ സമയത്തേക്കായി ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പോയിട്ട് വന്നപ്പോഴത്തേക്കായി മാങ്ങ മേടിച്ചോണ്ട് തന്നു. ഉപ്പിലിട്ട മാങ്ങയാണ്. അത്യാവശ്യം നല്ല പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള നല്ലൊരു മാങ്ങയാണ്. ഇത് കൂടുതലും കഴിച്ചത് മൊത്തം എൻ്റെ മോളാണ് കേട്ടോ. അവൾക്ക് ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ് വെറുതെ വാരി തിന്നു. എന്നാലും വഴക്ക് പറയുമെങ്കിലും അവളതൊന്നും മൈൻഡ് ആക്കൂല. അവളും ചുമ്മാ എടുത്ത് ഓരോന്ന് കഴിക്കും. വന്നപാടെ വന്ന് കിടത്തിയാട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടുത്തെ മണ്ണിന്. നമുക്കിപ്പോൾ ചൂട് കാലാവസ്ഥയില്ല, ഇപ്പോൾ തണുപ്പ് നല്ലതായിട്ട് ആ മണ്ണിന് തണുപ്പുണ്ടായിരുന്നു. അത്യാവശ്യം കാറ്റ്, പക്ഷേ അത്ര കാറ്റില്ലായിരുന്നു. എപ്പോഴും ഉള്ള പോലത്തെ കാറ്റില്ലായിരുന്നു. എന്നാലും കാറ്റ് കുഴപ്പമില്ലായിരുന്നു. ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. മണ്ണിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് കൊണ്ടുപോലൊരു ടാസ്ക്കാണ് ഇവിടുന്ന്. തിരിച്ച് വരേയില്ല. പിന്നെ പുറകെ ഓടണം. രണ്ടിനെയും പൊക്കി എടുത്തോണ്ട് വേണം ഓടാൻ. ഇക്കായി വിളിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇക്കായി അവസാനം മടുത്തിട്ട് ഇക്കായി നടന്നു വരാട്ടോ ചെയ്തേ. പിന്നെ രണ്ടും കൂടെ പാടുംപാടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ സ്റ്റക്ക് ചെയ്ത് പിറകെ പിന്നെ ഓടാൻ തുടങ്ങി. ഒരാൾ അവിടെ കിടന്ന് ചെരുപ്പ് വെക്കുക കേട്ടോ. ചെരുപ്പ് എന്തെന്നും പറഞ്ഞിട്ട് കൈയൊക്കെ മലത്തി കാണിക്കുന്നുണ്ട്. ഞാനങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്, നീ വാന്നും പറഞ്ഞിട്ട് അത് കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടാടാ കൊണ്ടുപോകുന്നേ. ഇപ്പോൾ ഇപ്പോഴും ഓരോരുത്തരും അവിടെ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തരും പയ്യെ പോകുന്നേ ഉള്ളൂ. ഞങ്ങളൊരു 11:30 കഴിഞ്ഞു ഇറങ്ങിയപ്പോഴത്തേക്ക്. അപ്പോഴത്തേലെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ അടച്ചെല്ലാവരും പോവാറായി. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ വീട്ടിലേക്ക്. കുറച്ച് നേരം എല്ലാവരായിട്ടൊന്ന് ഫ്രീ ആയിട്ടൊന്ന് നിന്നപ്പോൾ എന്തോ ഒരു റിലീഫ് പോലെ മനസ്സിന് തന്നെ. അപ്പം വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് മൈൻഡൊക്കെ ഒന്ന് കൂളാവാൻ പറ്റിയൊരു ടൈമാണ് രാത്രിയിലൊക്കെ വരുമ്പോഴത്തേക്കും. തിരിഞ്ഞെന്ന് എന്നെ വേറെ എവിടേക്കോ പോകുന്ന ആരെയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകാം. അപ്പോൾ പോകുമ്പോഴും പറയുന്നുണ്ട്, അവിടെ നല്ലതായിരുന്നു, എനിക്കവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഞാൻ അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവിടെ തന്നെ ഇങ്ങനെ കളിച്ച് അവൾക്ക് ആരെങ്കിലുമൊക്കെ വേണം ഇങ്ങനെ കളിക്കാൻ. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കണം 24 മണിക്കൂറും. അങ്ങനെ ഞങ്ങൾ പോളയത്തോട് എത്തിയപ്പോഴത്തേക്ക് ഒരു കടയിൽ ജ്യൂസ് കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. മുന്തിരി സോഡ കേട്ടാ പറഞ്ഞിരുന്നേ. മുന്തിരി സോഡ നല്ല ടേസ്റ്റാട്ടോ. ഇവിടുത്തെ ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് പോകുന്ന വഴിക്കെന്തോ കഴിക്കാൻ തോന്നിട്ട് അവിടെയും കൂടെ നിർത്തിയിട്ട് കുടിച്ചിട്ടാട്ടോ പോയേ.
ഇത് നമുക്ക് മുന്നേ വന്ന ആൾക്കാർക്ക് കുക്കുംബർ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന കണ്ടിട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്തായിട്ട് ഇതിൽ നാരങ്ങ ഇട്ടിട്ട് ഉപ്പുമൊക്കെ ഇട്ടിട്ട് കുക്കുംബർ കുടിക്കുന്ന ഞാൻ കണ്ടിട്ട് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുമില്ല ഇതുവരെ. അത് എങ്ങനെ കുടിക്കുന്നു എന്നറിയാം, എൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്നൊന്നും ഒന്നും അറിയാൻ വയ്യ. ഇനിയൊരു ദിവസം വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ മുന്തിരി സോഡ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് സിപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്കിഷ്ടമായി. അങ്ങനെ പിന്നെ മോനിക്കൊക്കെ കൊടുത്തു. ഇപ്പോൾ അധികം സോഡയുടെ ടേസ്റ്റ് ഇല്ല കേട്ടോ, അതുകൊണ്ടിട്ടാണ് മോനിക്കും കൊടുത്തേ. കൂടുതലും മുന്തിരീൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുന്തിരുന്നേ. ആദ്യം അവനൊന്ന് ഇച്ചിരി പയ്യൊന്ന് മുഖമൊക്കെ ചലിപ്പിച്ചെങ്കിലും പിന്നെ വന്ന് കുടിക്കായിരുന്നു. എന്തോ കുടിക്കാൻ തോന്നിയതേ ഇല്ല, അല്ലാത്തപ്പം അവൾ വരുന്നതാണ് കുടിക്കാൻ. പക്ഷേ അവൾക്ക് ഒട്ടും വേണ്ട പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കുടിക്കുന്നുണ്ടപ്പോൾ ഒന്ന് സിപ്പ് ചെയ്യാൻ വന്നിട്ട് ഒന്ന് സിപ്പ് ചെയ്തിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. പിന്നെ വന്നിട്ടേ ഇല്ല കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ ഒരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. മാത്രമല്ല പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കട്ടെ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഓരോ വ്യൂസിനും എനിക്ക് ഭയങ്കരമായിട്ട് വിലപ്പെട്ടതാണ്. ഞാൻ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്ന അക്കൗണ്ടാണെങ്കിലും അങ്ങനെ ആക്റ്റീവായിട്ടില്ല. എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അത്ര ക്വാളിറ്റിയുള്ള വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.